എന്തൊക്കെ ചെയ്തിട്ട് വീട്ടിലെ ജോലികൾ തീരുന്നില്ലല്ലോ, എനിക്കൊന്നും ഇരിക്കാൻ സമയം കിട്ടുന്നില്ലല്ലോ എന്നൊക്കെ വിചാരിക്കുന്നുണ്ടെങ്കിൽ ഞാൻ കുറച്ച് കിച്ചൺ ടിപ്സും കുറച്ച് കാര്യങ്ങളും മാനേജ് ചെയ്യാനുള്ളതൊക്കെ ഈ വീഡിയോയിലേക്ക് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് തുടങ്ങുകയല്ലേ? ഞാൻ വെള്ളിയാഴ്ച ദിവസത്തെ കാര്യമാണ് ഷൂട്ട് ചെയ്തത്. കാരണം എനിക്ക് ഏറ്റവും കൂടുതൽ പണി ഉണ്ടാകുന്നത് ഈ വെള്ളിയാഴ്ച ആയിരിക്കും. കാരണം ഏട്ടൻ ഇവിടെ ഉള്ളതുകൊണ്ട് മോനെ ഏട്ടൻ മാനേജ് ചെയ്യല്ലോ എന്നുള്ളതുകൊണ്ട് മാക്സിമം കാര്യങ്ങൾ ഞാൻ വെള്ളിയാഴ്ച ചെയ്യാൻ ശ്രമിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ മാർക്കറ്റിലൊക്കെ പോയിട്ട് ഫിഷൊക്കെ വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ടാവും. അപ്പോൾ അത് കയ്യോടെ വെട്ടി വയ്ക്കുകയാണ്. ഇങ്ങനെ വെട്ടി വയ്ക്കുമ്പോഴുള്ളൊരു ഗുണം എന്താണെന്ന് വിചാരിച്ചാൽ നമുക്ക് പെട്ടെന്ന് നമ്മളുടെ ജോലി തീരുന്ന ഒരു കാര്യം ഇതാണ്. കാരണം നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം ക്ലീൻ ചെയ്യൽ ഇച്ചിരി പാടായിരിക്കും. ഞാൻ ഇതിൻ്റെ ചൂളി ഉണ്ടല്ലോ, നമ്മൾ എന്നാൽ ചെതമ്പലൊക്കെ കളഞ്ഞതിന് ശേഷം ഇത് ചിറകൊക്കെ കട്ട് ചെയ്തിട്ട് ഡയറക്റ്റായിട്ട് എല്ലാം ഒരുമിച്ച് അങ്ങ് കട്ട് ചെയ്ത് വെക്കും കേട്ടോ. പണി ലാഭിക്കാനുള്ള ഒരു സംഭവം ഇതാണ്. ഇനി ഈ സൈഡിലത്തെ ചിറക് ഞാൻ എപ്പോഴും മാറ്റി വയ്ക്കും. അത് പിടിച്ച് വലിച്ചു കഴിഞ്ഞാൽ ഉൾഭാഗം പെട്ടെന്ന് ക്ലീൻ ആക്കാനാവും. ഒരു നാക്ക് ഉണ്ട്, അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഉണ്ടല്ലോ പെട്ടെന്ന് നമുക്ക് ഇതിൻ്റെ ഉൾഭാഗം ക്ലീൻ ആക്കാനായിട്ട് പറ്റും. ഇനി അതിൻ്റെ അവിടെ ഇവിടെയൊക്കെ ഇച്ചിരി കറുപ്പ് അഥവാ ഉണ്ടെങ്കിൽ തന്നെ വെള്ളത്തിൽ കാണിച്ച് ഒന്ന് ജസ്റ്റ് ഇങ്ങനെ ഉരച്ച് കഴിഞ്ഞാൽ തന്നെ അപ്പം ക്ലീൻ ആവും കേട്ടോ. കാരണം ബാക്കിയുള്ള ഭാഗമൊക്കെ നല്ല ഫ്രഷ് ആയിട്ട് കിട്ടിയിട്ടുണ്ടാവും, മീൻ മുട്ടിയൊന്നും ഉടയോ ഇല്ല. അപ്പോൾ ഇങ്ങനെ ഒരു മെത്തേഡിൽ നമ്മൾ ഈ മത്തിയൊക്കെ ക്ലീൻ ചെയ്യുമ്പോൾ ഒരുപാട് ചൂട് കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ പെട്ടെന്ന് വൃത്തിയാക്കാനായിട്ട് പറ്റും കേട്ടോ. മത്തിയുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. പിന്നെ വെള്ളത്തിൽ ഇറക്കി വെച്ചിട്ട് മീൻ കട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് പരിസരം ഒന്നും വൃത്തികേടായിട്ടുണ്ടാവില്ല. അപ്പോൾ നമുക്ക് ക്ലീൻ ചെയ്യാനും ഭയങ്കര എളുപ്പമായിരിക്കും. അല്ല എങ്കിൽ കിച്ചൺ മൊത്തം നമുക്കൊരു മീൻ മുറിച്ച് കഴിയുമ്പോഴേക്ക് ക്ലീൻ ആക്കേണ്ടി വരും. ഇനി മുറ്റത്തിരുന്ന് മീൻ വെട്ടാൻ പറ്റുന്നവരൊക്കെ ആണെങ്കിൽ ആ രീതിയിൽ ചെയ്തോളൂ. എന്നാലും മുറ്റത്തിൻ്റെ ചുറ്റുപാടൊന്നും തെറിക്കില്ല. തെറിച്ച് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ നാട്ടിലൊക്കെ ആണെങ്കിൽ മഴക്കാലമാണ്, ഇഷ്ടംപോലെ ഈച്ചയുടെ ശല്യമൊക്കെ വരാൻ തുടങ്ങും. ഇതാകുമ്പോൾ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ. ആ ഒരു മെത്തേഡും ട്രൈ ചെയ്യാം. ഇതിപ്പോൾ ഈ ഒരു മെത്തേഡിൽ എടുക്കുമ്പോഴൊരു ഗുണം എന്താണെന്നറിയോ? ഈ മീനിൻ്റെ മുട്ടയൊന്നും ഉടഞ്ഞിട്ടും ഉണ്ടാവില്ല. അത് ക്ലീൻ ചെയ്യാനും ഭയങ്കര എളുപ്പമാണ് കേട്ടോ. ഒരു വലിച്ചാൽ മതി, അത് ക്ലിയറായിട്ട് അതിലെ ബ്ലാക്ക് കാര്യങ്ങളൊക്കെ റിമൂവ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. ഇനി ഞാൻ ജസ്റ്റ് ഒന്ന് ഇതുപോലെ ടാപ്പ് തുറന്ന് വെച്ച് കഴുകാൻ കാരണം പെട്ടെന്ന് ക്ലീൻ ആവും. അതുകൊണ്ടാണ് കേട്ടോ. നല്ല തൃപ്തിയിൽ നമുക്ക് വേഗം എടുക്കാനായിട്ട് പറ്റും. ഇനി ചട്ടി ഉണ്ടെങ്കിൽ ചട്ടിയിൽ ഇച്ചിരി ഉപ്പൊക്കെ ഇട്ടിട്ട് ഒന്ന് കഴുകി കഴിഞ്ഞാൽ അതിൻ്റെ എല്ലാ സംഭവങ്ങളും ക്ലീനായിട്ട് കിട്ടിയിട്ടുണ്ടാവും. എൻ്റെ കയ്യിൽ ചട്ടിയില്ല എന്ന് കുറേ ആയാലോ പറയുന്നത്. ഇനിയിപ്പോൾ എന്തായാലും നാട്ടിൽ പോയിട്ട് വരുമ്പോഴൊക്കെ ഞാൻ നല്ല ചട്ടിയൊക്കെ കൊണ്ടുവരാമെന്നാണ് വിചാരിക്കുന്നത് കേട്ടോ. ഇനി അയില മീനും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അയില പിന്നെ ക്ലീൻ ചെയ്യാൻ വലിയ ടാസ്ക്കൊന്നുമില്ലല്ലോ, പെട്ടെന്ന് ചടപടയെന്ന് പറഞ്ഞങ്ങ് നടക്കും. ഇനിയിപ്പം അയില ഇച്ചിരി ചീഞ്ഞതൊക്കെ ആണെങ്കിൽ ഇതിപ്പോൾ ഫ്രഷാണ് കേട്ടോ. എന്നാലും ചീഞ്ഞതോ മറ്റോ ആണെങ്കിൽ കത്രിക വെച്ചിട്ട് മുറിക്കുമ്പോൾ അതിൻ്റെ ഒരു ഭംഗി നഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ചോപ്പിംഗ് ബോർഡിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് നല്ല ഷാർപ്പാക്കി കൊടുക്കും കേട്ടോ നൈഫ്. പെട്ടെന്ന് പണി അങ്ങ് തീരും. ഞാൻ എല്ലാം ഒരുമിച്ച് അങ്ങ് ചെയ്ത് വയ്ക്കാറാണ് കേട്ടോ. ഞാനിപ്പോൾ ഇതിൻ്റെ തല എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ പണിയൊക്കെ ചെയ്യുന്ന സമയത്ത് മനസ്സിൽ വേണ്ടാത്ത കുറേ ചിന്തകളൊക്കെ ഉണ്ട്. നമ്മൾ സ്ത്രീകളല്ലേ, നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ടായിരിക്കും ഒരു പണിയെടുക്കുക. നമ്മൾ മൈൻഡ് ഒരിക്കലും കൂളായിട്ട് വെക്കില്ല അല്ലേ, നമ്മൾ എന്തെങ്കിലുമായിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കും. ഞാൻ അങ്ങനെയാണ് കേട്ടോ. അതുകൊണ്ട് ഞാൻ അങ്ങനെ കൊണഷ്ടായിട്ടുള്ള അല്ലെങ്കിൽ നമ്മളെ വേദനിപ്പിക്കുന്ന തരത്തിൽ ഉള്ള കുറച്ച് കാര്യമുണ്ടല്ലോ, അതുകൊണ്ടാണ് ഞാൻ കൊണഷ്ടം എന്ന് പറഞ്ഞത്. വേണ്ടാത്ത ചിന്തകൾ മനസ്സിൽ നിന്ന് ഒഴിവാക്കിയിട്ട് അത് നമ്മൾ ആ ചിന്ത കൊണ്ട് നമുക്ക് ലൈഫിൽ ഒരു ഗുണം ഉണ്ടാവാൻ പോകുന്നില്ല എന്നുള്ള ചിന്തകൾ മനഃപൂർവ്വം തന്നെ നമ്മൾ മൈൻഡിൽ നിന്ന് ഒഴിവാക്കിയിട്ട് പകരം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതുപോലെ എന്താണ് ഇനിയിപ്പോൾ അടുത്തത് ചെയ്യുക എന്നുള്ളതൊക്കെ പ്ലാൻ ചെയ്യാം. അതായത് ഇപ്പോൾ ഇന്ന് ഞാൻ ലഞ്ചിന് ഞാൻ നേരത്തെ കൂട്ടി തലേന്ന് പ്രിപ്പയർ ചെയ്യുന്നത് വളരെ കുറവാണ്. കാരണം ഞാൻ പെട്ടെന്ന് ക്വിക്കായിട്ട് തീരുമാനങ്ങൾ എടുക്കുന്ന ഒരാളാണ് കേട്ടോ. പക്ഷേ ചില കാര്യങ്ങൾ ഞാൻ ഒത്തിരി ചിന്തിച്ചെടുക്കുകയും ചെയ്യും കേട്ടോ. പക്ഷേ ഇങ്ങനെ കിച്ചണിൻ്റെ അല്ലെങ്കിൽ കുക്കിങ്ങിൻ്റെ കാര്യമൊന്നും ഞാൻ അങ്ങനെ ഭയങ്കര പ്ലാൻ ചെയ്ത് ചെയ്യുന്ന ഒരാളൊന്നുമല്ല. അപ്പോൾ ഞാൻ വിചാരിച്ചത് തല പറ്റിച്ച് വെക്കാമെന്ന് വിചാരിച്ചു. ഓൾറെഡി ഞാൻ കഞ്ഞി പോലെ ആക്കി വെച്ചിട്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നത് കേട്ടോ. അത് ഊറ്റി വാർക്കണം. ഇനി അത് വേഗം കഴിയുമല്ലോ, കാരണം ആ പണി നേരത്തെ കുക്കറിൽ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അത് കഴിഞ്ഞിട്ടാണ് ഞാൻ പോയിട്ട് മീൻ വാങ്ങിയിട്ട് വന്നത്. പിന്നെ എന്താ നമുക്ക് ചോറിനെ പറ്റി ടെൻഷൻ അടിക്കണം, കാരണം കുറച്ച് വേവാൻ ടൈം എടുക്കുന്നത് ചോറാണല്ലോ. ഫിഷിൻ്റെ ഐറ്റംസൊക്കെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാം. അതുപോലെ ലൈറ്റായിട്ടുള്ള എന്തെങ്കിലും ഒരു മോര് കറിയോ അല്ലെങ്കിൽ തേങ്ങ അരച്ചുള്ള എന്ത് കറിയാണെങ്കിലും എനിക്ക് തോന്നിയിട്ടില്ല അത് ഒരുപാട് ടാസ്ക്കായിട്ട് ഫീൽ ചെയ്യുന്നുള്ളത്. അപ്പോൾ ഇന്നെന്തായാലും മീനിൻ്റെ തലയൊന്ന് പറ്റിച്ച് വെക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഫിഷ് ഫ്രൈ ചെയ്യുകയും വേണം. പിന്നെ എന്തെങ്കിലും പറ്റിച്ച് വെക്കണമെങ്കിൽ വെക്കാമെന്നുള്ളൊരു പ്ലാൻ ഉണ്ടായിരുന്നു. പിന്നെ തല പറ്റിച്ച് വെച്ചതുകൊണ്ട് ഇനിയിപ്പോൾ മീനിനെ അങ്ങനെ പറ്റിച്ച് വെക്കണ്ടല്ലോ, മുളകിട്ട് വെക്കണ്ടല്ലോ എന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഞാൻ പെട്ടെന്ന് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഈ തല കട്ട് ചെയ്തെടുത്താൽ എന്താണെന്ന് വെച്ചാൽ നമുക്ക് മീൻ കുറച്ചും കൂടെ ഈ അയിലൊക്കെ ഇത്രയും ഉണ്ടാകുമ്പോഴേ തല വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അന്ന് മീൻ എടുക്കണ്ട. അത് നമുക്കൊരു ബഡ്ജറ്റ് ലാഭിക്കാൻ പറ്റുന്നൊരു കാര്യം കൂടിയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് അയില എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ രണ്ടുണ്ട് ഉപയോഗം. ഒരു 2-3 തലയുണ്ടെങ്കിൽ തന്നെ
നമുക്ക് രാത്രി വരെയുള്ള സംഭവങ്ങൾ ഓടിക്കോളും. അപ്പോൾ അതിൻ്റെ ഇത്തിരി ചാറ് തൊട്ട് ആവിന് വെച്ചാൽ തന്നെ ചോറ് കഴിക്കാൻ എനിക്ക് വേറെ ഒന്നും വേണ്ട കേട്ടോ. ചൂടോടെ ചോറും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ ഒന്നും പറയണ്ട, എനിക്കത് മാത്രം മതി. കാരണം പണ്ട് സ്കൂളൊക്കെ വിട്ട് വരുമ്പോഴുണ്ടല്ലോ, അച്ഛൻ മീൻ കൊണ്ടുവരുന്ന സമയമായിരിക്കും അപ്പോൾ വൈകുന്നേരം, ഞാൻ അപ്പം തന്നെ യൂണിഫോമൊക്കെ മാറ്റി ഓടി ചെന്നിട്ട് മീൻ വെട്ടി അതിൻ്റെ തലയെടുത്തിട്ട് ഞാൻ മുളകിട്ട് വെച്ച് ഒന്ന് ഞാനെടുക്കും, ഒന്ന് ചേച്ചിക്കോ, അങ്ങനെ രണ്ടെണ്ണമൊക്കെ ആണെങ്കിൽ അങ്ങനെയാണ് കേട്ടോ ചെയ്യുക. അത് കൂട്ടിയിട്ട് ഞാൻ വൈകുന്നേരം ചോറാണ് കഴിക്കുക. എപ്പോഴും സ്കൂൾ വിട്ട് വരുമ്പോൾ ഞാൻ അങ്ങനെയായിരുന്നു ചെയ്യാറ് കേട്ടോ. അതുകൊണ്ട് നേരത്തെ തന്നെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അറിയാമായിരുന്നു. മീൻ കട്ട് ചെയ്യാനും കുക്ക് ചെയ്യാനൊക്കെ ഞാൻ നമുക്ക് കൊടുക്കുകയില്ല കേട്ടോ, കുക്ക് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ കട്ട് ചെയ്യാനായിട്ട്. കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ ജോലി. അതുകൊണ്ട് മീൻ വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ചിക്കൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഭാഗം ചിന്തിക്കുകയേ വേണ്ടായിരുന്നു. അതിപ്പോഴും എനിക്ക് ഭയങ്കര സന്തോഷം തോന്നുന്ന ഒരു കാര്യമാണ് കേട്ടോ. നമുക്ക് ഭയങ്കര കോൺഫിഡൻസും കിട്ടും, കാരണം നമുക്ക് ഇഷ്ടത്തിന് ഉണ്ടാക്കി കഴിക്കാമല്ലോ. അപ്പോൾ ഇപ്പോൾ 4 ഒക്കെ ഉണ്ടെങ്കിൽ 4 പേർക്കായിട്ട് വയ്ക്കും, ഇല്ലെങ്കിൽ ഈ തലഭാഗം മാത്രമായിരിക്കും കേട്ടോ ഞാൻ ആക്കിയിട്ട് കഴിക്കുക. അതൊരു വല്ലാത്ത ടേസ്റ്റ് ആയിരിക്കും. അങ്ങനെ വലിയ മീനൊക്കെ ഉണ്ടെങ്കിലും എല്ലാം അങ്ങനെ തന്നെയാണ്. ഇനിയിപ്പോൾ ഇതാ ഞാൻ മീൻ കഴുകിയെടുത്ത് ഇനി തലഭാഗം വേർതിരിച്ച് വയ്ക്കുന്നുണ്ട്. അതേപോലെ തന്നെ ബാക്കി മീനുകൾ വെള്ളം ഒഴിച്ച് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ അതും കുറച്ച് ദിവസമൊക്കെ ചീത്തയാവാതെ ഇരിക്കുകയും ചെയ്യും. അതും നമ്മളുടെ ഒരു ജോലി ലാഭിക്കൽ തന്നെയാണ്. കാരണം ഡെയിലി നമ്മൾ പോയിട്ട് വാങ്ങിക്കുക, കട്ട് ചെയ്യുക, ക്ലീൻ ചെയ്യുക എന്നൊക്കെ പറയുന്ന ടാസ്ക്കാണ്. പക്ഷേ ഇന്ന് മിക്ക സ്ഥലങ്ങളിലും കട്ട് ചെയ്ത് കിട്ടും കേട്ടോ. ചില സ്ഥലങ്ങളിൽ പൈസ കൊടുക്കേണ്ടതായിട്ട് വരും. അതെനിക്കൊരു നഷ്ടമായിട്ടാണ് തോന്നാറ് കേട്ടോ. ആ പൈസക്ക് നമുക്ക് കുറച്ചുകൂടെ മീൻ കിട്ടുമല്ലോ എന്ന് ഞാൻ ചിന്തിക്കും. അതുകൊണ്ട് ഞാൻ തന്നെയാണ് മിക്കവാറും വെട്ടുക. ഇനി അല്ലെങ്കിൽ നമ്മൾ ലുലുവിലോ നെസ്റ്റോയിലൊക്കെ പോകുമ്പോൾ അവർ വെട്ടി തരുമല്ലോ, അപ്പോൾ അവരോടത്ത് വെട്ടി വാങ്ങാറാണ് കേട്ടോ. അപ്പോൾ ഞാൻ പാത്രത്തിലേക്ക് ഇട്ട് വയ്ക്കുന്നുണ്ട്. ആവശ്യമുള്ളത് എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ കുറച്ചധികം ഫ്രൈ ചെയ്തു കേട്ടോ. ഫ്രൈ ചെയ്യുന്നത് കൂടുതൽ എടുക്കാൻ കാരണം എന്താ പറയുക, ഈ നമ്മൾ മീൻ വാങ്ങിക്കൊണ്ടുവന്ന് അപ്പം നമ്മൾ വെട്ടി കഴിക്കില്ലേ, അതിൻ്റെ ടേസ്റ്റ് നമുക്ക് പിന്നെ കിട്ടില്ല. അതുകൊണ്ട് ഞാനെപ്പോഴും ഇതുപോലെ കുറച്ചധികം ആദ്യത്തെ ദിവസം പൊരിക്കും കേട്ടോ. പൊരിക്കാനാണെങ്കിൽ കാരണം അതിൻ്റെ നല്ല തനതായ ടേസ്റ്റിൽ നമുക്കത് എൻജോയ് ചെയ്യണമെങ്കിൽ അതേ നടക്കുള്ളൂ. അതുകൊണ്ട് അങ്ങനെയാണ് ഞാൻ ചെയ്യാറ് കേട്ടോ. ഇപ്പം മോന് ഏട്ടനുമായിട്ട് നല്ല കളിയിലാണ്. അവൻ ഓൾറെഡി ഫുഡൊക്കെ കൊടുത്ത് സെറ്റാക്കിയിട്ടാണ് പോയത്. എന്നാലും അവന് ഈ ഒരു 11 മണിക്ക് ഞാൻ എന്തെങ്കിലുമായിട്ട് കൊടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അവൻ ഓൾറെഡി അവന് ഇഷ്ടപ്പെട്ട ഫുഡായതുകൊണ്ട് അവന് പുട്ട് ദോശ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത് നന്നായിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നത് കൊണ്ട് തന്നെ അവന് വിശന്നിട്ടുണ്ടായിരുന്നില്ല. വിശക്കാത്ത സമയത്ത് ഫോഴ്സ്ഫുള്ളി കുട്ടികളെ നമ്മൾ ഒരിക്കലും കഴിപ്പിക്കാനായിട്ട് ശ്രമിക്കരുത്. അവർ ഓക്കെ ആകുമ്പോൾ അവൻ എന്നോട് വന്ന് ചോദിക്കും കേട്ടോ. അതുകൊണ്ട് പിന്നെ വലിയ സീനില്ല. എന്നാലും എനിക്കൊരു ടെൻഷനാണ്, കുഞ്ഞിക്ക് വിശക്കുന്നുണ്ടാവോ എന്ന്. കാരണം ഞാൻ അവൻ്റെ അടുത്തല്ലല്ലോ ഇരിക്കുന്നത്. കിച്ചണിൽ ഇങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് മുഴുകി പണിയെടുക്കാൻ ഇതുപോലെ ലീവുള്ള ദിവസങ്ങളിൽ മാത്രമേ പറ്റുള്ളൂ. അപ്പോൾ എനിക്കിങ്ങനെ ഒരു കൺഫ്യൂഷനാണ് കേട്ടോ. ഏട്ടൻ അവന് ഇടയ്ക്കിടയ്ക്ക് വെള്ളം കൊടുക്കുന്നുണ്ട്, ഒക്കെ ഉണ്ട്. എന്നാലും എല്ലാം ഞാനല്ലേ ചെയ്യാറ്. അപ്പോൾ അതിൻ്റെ ഒരു മൈൻഡിൽ അങ്ങനത്തെ ഒരു തോട്ടും വന്നുകൊണ്ടിരിക്കുന്നുണ്ടാവും. കാരണം ലഞ്ചിൻ്റെ പ്രിപ്പറേഷൻ്റെ തോട്ട് എത്ര നേരം ഉണ്ടാവും എന്നുള്ളത് നിങ്ങൾക്ക് ചിന്തിക്കാമല്ലോ. എന്ന് പറഞ്ഞിട്ട് എന്തൊക്കെയാണ് ഉണ്ടാക്കേണ്ടതെന്ന് നമ്മൾ ചിന്തിച്ചെടുക്കും. ഓരോരുത്തർ ഓരോ കാര്യത്തിൽ ഭയങ്കര സ്പീഡായിരിക്കും. ഞാൻ ഇങ്ങനത്തെ കാര്യത്തിൽ ഭയങ്കര സ്പീഡാണ് കേട്ടോ. എൻ്റെ സംസാരം ആയിക്കോട്ടെ, എല്ലാം ആയിക്കോട്ടെ, ഞാൻ അത്യാവശ്യം സ്പീഡ് കൂടുതലുള്ള ഒരാളാണ്. അതുകൊണ്ട് പണിയുടെ കാര്യമായാലും പെട്ടെന്ന് കഴിയും. എന്നാൽ പോലും എനിക്ക് ഇരിക്കാൻ സമയം കിട്ടാറില്ല എന്നുള്ളത് വേറെ കാര്യം കേട്ടോ. അപ്പോൾ ഉപ്പിട്ടപ്പോൾ ഇച്ചിരി അധികമായിപ്പോയി, അതുകൊണ്ട് കോരി കുറച്ച് കളയുന്നുണ്ട് കേട്ടോ. പെട്ടെന്ന് എന്തോ ആ ഒരു ഉപ്പിൻ്റെ അതിൽ കുറച്ച് ഹോളിച്ചിരി വലുതാണ്. അതുകൊണ്ട് ഇടുമ്പം തന്നെ അങ്ങ് തട്ടിപ്പോവും, ഒരുപാട് അങ്ങോട്ട് വരും. ഇതിപ്പം ഞാൻ പറങ്കിപ്പൊടി എനിക്ക് ഒട്ടും ഇഷ്ടമായിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ കുപ്പിയിലേക്ക് ഇടുകയും ചെയ്യാതിരുന്നത്. കാരണം ഞാൻ വാങ്ങിക്കാനും മറന്നു പോയിട്ടുണ്ടായിരുന്നു. സാധാരണ നാട്ടിൽ നിന്ന് പൊടിച്ച് കൊണ്ടുവരാറാണ് കേട്ടോ. ഇപ്രാവശ്യം കൊണ്ടുവന്നതും ശരിയായിട്ടുണ്ടായിരുന്നില്ല, കാരണം എരിവ് ഒത്തിരി കൂടിപ്പോയതായിരുന്നു. അതുകൊണ്ടാണ് പുറത്തുനിന്ന് വാങ്ങിച്ചത്. എന്താ പറയുക, വിശ്വസിച്ച് ഒരു ബ്രാൻഡും യൂസ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ്. എന്നാൽ ലൂസായിട്ട് വാങ്ങിക്കാമെന്ന് വെച്ചാൽ ചില സമയത്ത് ശരിയാവും, ചില സമയത്ത് ശരിയാവില്ല. അതാണ് അവസ്ഥ. നമ്മൾ സ്ഥിരം വാങ്ങിക്കുന്ന സ്ഥലത്ത് നിന്ന് ചോദിച്ചപ്പോൾ അവിടെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് പിന്നെ തൽക്കാലം ഇനിയിപ്പോൾ ഒപ്പിക്കാം. നാട്ടിൽ പോയിട്ട് വരുമ്പോൾ കുറച്ചധികം കൊണ്ടുവരാമെന്നൊക്കെ വിചാരിച്ചിട്ടാണ്. ഈ മുളക് പൊടിയൊന്നും അങ്ങനെ ചീത്തയായി പോവില്ലല്ലോ. ഒരു സപ്പോസ് ചീത്തയായി പോകുന്ന പേടിയുണ്ടെങ്കിൽ എയർ ടൈറ്റായിട്ട് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. ഒരുപാട് നാൾ ചീത്തയാവാതിരിക്കും കേട്ടോ. എല്ലാ മസാലകളും നിങ്ങൾ ഇതുപോലെ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെങ്കിൽ അതിന് പിന്നെ പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ ഉടൻ തന്നെ ഉള്ളിലേക്ക് എടുത്ത് വെക്കണം. അല്ലാതെ പുറത്ത് ഒത്തിരി നേരം വെക്കാൻ വേണ്ടി പാടില്ല കേട്ടോ. വീട്ടിലൊക്കെ അമ്മ അങ്ങനെ ചെയ്യാറുണ്ട്. കാരണം പൊടിച്ചതൊക്കെ ഒത്തിരി ഉണ്ടെങ്കിൽ ഞങ്ങൾ പോയി കഴിഞ്ഞാൽ പിന്നെ വീട്ടിൽ അവർ മാത്രമാകുമ്പോൾ ഈ മീൻ വാങ്ങലൊക്കെ ഭയങ്കര കുറവായിരിക്കും. അതുകൊണ്ട് ഈ മുളക് പൊടിയുടെ യൂസൊക്കെ ഭയങ്കര കുറവായിരിക്കും. അപ്പോൾ അമ്മ ഇതുപോലെ സൂക്ഷിക്കാറുണ്ട് കേട്ടോ. ഒത്തിരി നാൾ കേടുകൂടാതിരിക്കും, ധൈര്യമായിട്ട് യൂസ് ചെയ്യാം കേട്ടോ. ഇനി ഞാൻ തല പറ്റിക്കാൻ വെച്ചിട്ടുണ്ട്, മീൻ ഫ്രൈ ചെയ്യാൻ വെച്ചിട്ടുണ്ട്. മീൻ്റെ ഒപ്പം തന്നെ ഞാൻ മീനിൻ്റെ മുട്ടയും കൂടെ വെക്കുന്നുണ്ട് കേട്ടോ. നമ്മളതിനെ എണറെന്നാണ് പറയാറ്, ഓരോ നാട്ടിൽ ഓരോന്നല്ലേ പറയാം. അപ്പോൾ ഇത് ഞാൻ
മത്തിയും അതുപോലെ അയിലയും രണ്ടും എടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ മോന് ഇതുവരെ അയില കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. ഇന്നാണ് ഞാൻ അയില കൊടുക്കുന്നത് കേട്ടോ. കാരണം ഏകദേശം ഒരു മീഡിയം സൈസ് അയിലയല്ലേ, വലിയ അയിലയല്ലല്ലോ. അപ്പോൾ മെർക്കുറി ഫിഷ് മാക്സിമം ഒഴിവാക്കാൻ ശ്രമിക്കാറുണ്ട്. ഞാൻ പ്രഗ്നൻസിയിലും അങ്ങനെ തന്നെയായിരുന്നു. എൻ്റെ പൂതിക്ക് വേണ്ടിയിട്ട് എൻ്റെ കുഞ്ഞിക്ക് എന്തെങ്കിലും ഒരു ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാവുമോ എന്ന് തോന്നുന്ന ഒരു സംഭവം ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. കാരണം എൻ്റെ പൂതി ഞാൻ കൺട്രോൾ തന്നെയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. ഈ പ്രഗ്നൻസി ടൈമിൽ ഭയങ്കര ക്രേവിങ്സ് ഉണ്ടാവും, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറയില്ലേ. നമ്മുടെ കുഞ്ഞിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവുമെന്ന് തോന്നുന്ന ഒരു കാര്യത്തിനും ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ ഭയങ്കര കൺട്രോൾഡായിരുന്നു കേട്ടോ. ഞാൻ അങ്ങനെ അയിലയോ ഒന്നും ഞാൻ പ്രഗ്നൻസി ടൈമിൽ കഴിച്ചിട്ടില്ല. കാരണം അതിൽ മെർക്കുറി ഫിഷ് അത്ര നല്ലതല്ല എന്ന് പറഞ്ഞുകൊണ്ട്. പക്ഷേ മിക്കവരും കഴിക്കാറുണ്ട്, എന്നിട്ട് കുഴപ്പമൊന്നും ഉണ്ടാവാറുമില്ല. പക്ഷേ ഞാൻ അങ്ങനെ ഒരു ഭയങ്കര ഓവർ കെയറിങ് ആ ഒരു ടൈപ്പായി പോയിരുന്നു കേട്ടോ. ഇപ്പോൾ വിചാരിക്കാറുണ്ട് ഓരോരുത്തരും ഒരുപാട് പേടിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല എന്നൊക്കെ ചിന്തിക്കാറുണ്ട്. പക്ഷേ എനിക്ക് എൻ്റെ പ്രഗ്നൻസി ടൈം എന്ന് പറഞ്ഞാൽ ഭയങ്കര എന്താ പറയുക, ഒരുപാട് കോംപ്ലിക്കേഷൻസും ഒരുപാട് കാര്യങ്ങളുള്ളത് കൊണ്ട് പിന്നെ ഞാനായിട്ട് പുതിയ റിസ്ക് എടുത്ത് വെക്കണ്ടല്ലോ. ഓൾറെഡി ഒരുപാട് റിസ്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ട് പിന്നെ ആ ഒരു രീതിയിലാണ് പോയത്. ഇതെല്ലാം ഓരോരുത്തരുടെ ഓരോ സിറ്റുവേഷൻ കൊണ്ടാണ് കേട്ടോ ഓരോരുത്തർക്കും ഓരോ ഭയങ്ങൾ ഉണ്ടാവുന്നത്. അതങ്ങനെ പോട്ടെ, നമുക്കതിലേക്കൊന്നും പോകണ്ട. ഇനിയിപ്പോൾ ഇതാ ഞാൻ പാത്രങ്ങളും കൂടെ അത് കഴുകുമ്പോൾ കയ്യോടെ അങ്ങ് കഴുകി വെക്കാൻ കഴിഞ്ഞാൽ അതാണ് എൻ്റെ പൊന്നു മക്കളെ ഏറ്റവും നല്ല കാര്യം എന്ന് പറയുന്നത്. പക്ഷേ എന്നെ പോലുള്ള ഒറ്റയ്ക്ക് ഇപ്പം നിൽക്കുന്ന അമ്മമാരൊക്കെ ആണെങ്കിൽ ഭയങ്കര ടാസ്ക് ആയിരിക്കും ഇത്. അപ്പോൾ കഴുകി വെക്കാനും നമുക്ക് പറ്റിയെന്ന് വരില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ അപ്പം കഴുകുമ്പോൾ ഒത്തിരി വെള്ളം വേണ്ടി വരികയും ചെയ്യും. ഇതാകുമ്പോൾ ഒരുമിച്ച് സോപ്പിട്ട് വെച്ചിട്ട് ഒരുമിച്ച് അങ്ങ് കഴുകുന്നതാണ് ശരിക്കും വെള്ളം ലാഭിക്കാൻ ഏറ്റവും നല്ലത്. കാരണം പാത്രം അട്ടിക്കട്ടിക്ക് വെച്ച് കഴിഞ്ഞാൽ സോപ്പ് വേഗം പോയി കിട്ടുകയും ചെയ്യുമല്ലോ. ആ ഒരു രീതിയാണ് ഏറ്റവും നല്ലത്. എന്നിരുന്നാലും നമുക്ക് ജോലി ഭാരം കുറച്ച് കൂടുതലായിട്ട് എനിക്ക് തോന്നാറുണ്ട് കേട്ടോ. ഒറ്റയടിക്ക് ഇതിപ്പോൾ നമ്മളൊരു പാത്രം എടുത്തു അപ്പം തന്നെ കഴുകി വെച്ചാൽ നമുക്ക് ആ പണി അപ്പം കഴിഞ്ഞു. ഇനിയിപ്പോൾ ഇതാ എൻ്റെ ചോപ്പിംഗ് ബോർഡ് ചിലവർ ചോദിച്ചിട്ടുണ്ടായിരുന്നു, നല്ല നീറ്റായിട്ടുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതാണ് എടുത്തപ്പോൾ തന്നെ നമ്മളത് കഴുകി വെക്കുക. പിന്നെയുള്ളത് ഇതുപോലെ ഞാൻ സ്ക്രബ്ബറോ പിന്നെ ലെമണും ഇച്ചിരി സാൾട്ടൊക്കെ ചേർത്തിട്ട് നന്നായിട്ട് ഉരച്ചു കൊടുക്കും. ഇന്ന് ഞാൻ ഈ ഒരു രീതിയിലാണ് ചെയ്യുന്നത്. ഇടയ്ക്കിടയ്ക്ക് മാറി മാറി ചെയ്ത് കൊടുക്കും കേട്ടോ. ഇതിൻ്റെ അടിഭാഗത്ത് എനിക്ക് എവിടെയും ഇങ്ങനെ ഹാങ് ചെയ്ത് വെക്കാൻ പറ്റുന്നില്ലായിരുന്നു. അതുകൊണ്ട് അടിഭാഗത്ത് കുറച്ച് കളർ ചേഞ്ച് ഉണ്ടായിരുന്നു കേട്ടോ. അത് ഞാനൊന്ന് ഉരച്ച് വൃത്തിയാക്കുന്നുണ്ട്. ഇതുപോലെ ചെയ്താൽ മതി. എന്തായാലും നമ്മളെ ബോർഡ് കുറച്ച് കഴിയുമ്പോൾ എപ്പോഴും അങ്ങനെ ഫ്രഷ് ആയിട്ടല്ലേ നല്ല ഭംഗിയായിട്ട് ഉണ്ടാവണം എന്നില്ല. ചെറിയ വേരിയേഷനൊക്കെ ഉണ്ടാവും കേട്ടോ. അത് സംഭവം സെറ്റായിട്ടുണ്ട്. ഇതിന് ഞാൻ അവിടെ പോയിട്ട് മാറ്റി വെച്ചു. ഇനി നൈഫും എല്ലാം ഞാൻ അപ്പം തന്നെ കഴുകി വൃത്തിയാക്കിയിട്ട് വെക്കുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ ഞാൻ ഹാങ് ചെയ്തിടും. ഇതൊക്കെ ചെറിയ സ്റ്റിക്ക് ചെയ്ത് വെക്കുന്ന ചെറിയ ഹുക്ക് ഉണ്ടായിരുന്നല്ലോ, അതിൽ ഹാങ് ചെയ്തിടും. അത് വെയിറ്റ് അത്യാവശ്യം എടുക്കുന്നതുകൊണ്ട് വലിയ കുഴപ്പമില്ല കേട്ടോ. ഇനി മോന് വേണ്ടുന്ന വെള്ളം കൂടെ വെക്കണം. അവൻ്റെ ബോട്ടിൽ സ്റ്റെറിലൈസ് ചെയ്യണം. ഇങ്ങനെ കുറേ പണിയുണ്ടാവും കേട്ടോ. ഒരു പണി കഴിഞ്ഞ് ഇരിക്കാമെന്ന് വിചാരിക്കുമ്പോഴായിരിക്കും അടുത്ത പണിയുടെ ഓർമ്മയുണ്ടാവുക. പിന്നെ വേഗം അടുത്ത പണി ചെയ്യലായി. ഒന്ന് പറയണ്ട, പണി തന്നെ പണിയായിരിക്കും. ചില സമയത്തുണ്ടല്ലോ റിപ്പീറ്റേഷൻ വരുമ്പോൾ എനിക്ക് ഭയങ്കര മടുപ്പ് വരും കേട്ടോ. എനിക്ക് എന്തെങ്കിലും വെറൈറ്റി വേണം. അതാണ് വല്ലപ്പോഴും എന്തെങ്കിലും വെറൈറ്റി ആയിട്ടൊക്കെ ട്രൈ ചെയ്യുന്നതും. അവൻ്റെ ബോട്ടിൽ കഴുകി വെച്ചാലേ മനസ്സമാധാനം ഉണ്ടാവുള്ളൂ. കാരണം ആ ബോട്ടിൽ വെള്ളം നിറച്ച് വെച്ചാൽ അവൻ ഒറ്റയ്ക്കെടുത്ത് കുടിച്ചോളും. അതുപോലെ ബോട്ടിൽ മൂടി അടച്ച് വെച്ചോളും. ഇപ്പം ഇച്ചിരി കുറുമ്പ് കൂടിയിട്ടുണ്ട്. അതിലെ വെള്ളം അവിടെ ഇവിടെയൊക്കെ മറിച്ച് കളിക്കുന്ന ഒരു വെള്ളത്തോണ്ട് കളിക്കാനുള്ളൊരു ത്വര കൂടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ നല്ല വഴക്കൊക്കെ പറയും. എന്നാലും അവന് ഞാൻ വഴക്ക് പറയുകയോ കണ്ണു മുഴിക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അവന് ഭയങ്കര സങ്കടമാണ്. അവൻ വേഗം വന്ന് ഹഗ് ചെയ്യുകയൊക്കെ ചെയ്യും. അതങ്ങനെയാണ്. സങ്കടം തോന്നും നമുക്ക്. എന്നാലും നമ്മൾ എല്ലാ പണിയും ഒതുക്കി വരുമ്പോൾ പുതിയൊരു പണിയാകുമ്പോൾ നമുക്ക് ഭയങ്കര സങ്കടം വരും. ഒന്നിരിക്കാലോ എന്ന് വെച്ച് നോക്കുമ്പോഴായിരിക്കും അടുത്ത പണി ഉണ്ടാവുക. പിന്നെ ഈ പറഞ്ഞ പോലെ എനിക്ക് എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. പിന്നെ ഇതിനിടയിൽ ഞാൻ മൈക്രോ ഗ്രീൻസിന് കുറച്ച് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ട്രയൽ ഇച്ചിരി വെള്ളം ഉണ്ടാവില്ല. അപ്പോൾ അത് മറിച്ച് കളഞ്ഞ് അത് ജസ്റ്റ് ഒന്ന് ടിഷ്യൂ വെച്ചിട്ട് ഒന്ന് ഒപ്പിക്കൊടുക്കുക, അങ്ങനെയൊക്കെ ചെയ്യേണ്ടി വരും. ഇന്നിപ്പോൾ വലിയ വൃത്തിയോടൊന്നും ആയിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ ടിഷ്യൂ വെച്ച് ഒപ്പിക്കൊടുക്കാഞ്ഞത്. അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ ചെയ്യേണ്ടി വരും കേട്ടോ. ഈ മൈക്രോ ഗ്രീൻസ് ആക്കി കഴിഞ്ഞാൽ നമുക്കൊരു 4-5 ദിവസത്തേക്ക് കുശാലായി. കാരണം അടുപ്പിച്ച് കഴിക്കുന്നത് അത്ര നല്ലതൊന്നല്ല കേട്ടോ. എന്നാലും വല്ലപ്പോഴും ഒക്കെ നമുക്ക് ട്രൈ ചെയ്യാൻ പറ്റുന്ന വളരെ എന്താ പറയുക ഒരുപാട് ഗുണങ്ങളുള്ള സാധനമാണല്ലോ. അപ്പോൾ ഈ മോനും കഴിക്കും കേട്ടോ അത്. അപ്പോൾ ഇതിനിടയിൽ വന്നിട്ട് ഒരു പണി ചെയ്യുമ്പോൾ തന്നെ പല പണികളും അതോടൊപ്പം ചെയ്യും കേട്ടോ. ഇപ്പോൾ നമ്മൾ ഫിഷ് ഫ്രൈ ചെയ്യാൻ വെച്ചാൽ ഇപ്പുറത്തെ ഭാഗത്ത് നമുക്ക് പാത്രം കഴുകാം. അതുപോലെ കണ്ടറിഞ്ഞ് ചെയ്യാമെന്ന് പറയും. അതിൻ്റെ ഇടയിൽ ഞാൻ വെറുതെ കുത്തിരിക്കാൻ നിൽക്കാറില്ല. കാരണം പെട്ടെന്ന് പണി തീർത്തിട്ട് അടുക്കളയിൽ നിന്ന് പുറത്തേക്ക് വന്ന് അവരുടെ കൂടെ സ്പെൻഡ് ചെയ്യുക, ഏട്ടൻ്റെയും മോൻ്റെയും കൂടെ സ്പെൻഡ് ചെയ്യുക എന്നുള്ളതാണ് മനസ്സിലുണ്ടാവുക. അപ്പോൾ ഇതാ ഞാനിത് മീൻ പറ്റിച്ച് വെച്ചിട്ടുണ്ട്. ഓൾറെഡി ഞാൻ കപ്പൊക്കെ പുളിങ്കറി ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ വീഡിയോ ഞാൻ ഷൂട്ട് ചെയ്യാൻ മറന്നുപോയി. കാരണം ഇതിനിടയിൽ ക്യാമറ അവിടെ ഇവിടെയും വെക്കൽ അതിലും വലിയ ടാസ്ക്കാണ്. അപ്പോൾ മോൻ ഓടി അടുക്കളയിൽ വരികയും ചെയ്യും. അപ്പോൾ അങ്ങനത്തെ കുറേ കാര്യങ്ങൾ ഉണ്ടാവും കേട്ടോ. അതുകൊണ്ടാണ് പലപ്പോഴും വീഡിയോ കൃത്യമായിട്ട് അപ്ലോഡ് ചെയ്യാൻ പോലും എനിക്ക് പറ്റാത്തത്. ഷെഡ്യൂൾ ചെയ്ത് വെക്കാൻ പോലും ചിലപ്പോൾ വോയിസ് ഓവർ കൊടുത്തിട്ടായിട്ടുണ്ടാവില്ല. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ വീട്ടിലെ ജോലിയും നമുക്ക് ഈ പറഞ്ഞ പോലെ ഓൺലൈനിലായാലും അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലായാലും വർക്ക് ചെയ്യുന്ന ആൾക്കാർക്കും ഭയങ്കര ടാസ്ക് തന്നെയാണ്.
ഇനി എന്ത് ചെയ്തിട്ടും എൻ്റെ മനസ്സ് കേൾക്കുന്നുണ്ടായിരുന്നില്ല കേട്ടോ. അതുകൊണ്ട് ഞാൻ മോനൊരു ജ്യൂസ് അടിച്ചു കൊടുത്തേക്കാമെന്ന് വിചാരിച്ചു. കാരണം ജ്യൂസ് ആകുമ്പോൾ അവൻ കഴിച്ചോളും. എന്നിട്ട് അപ്പോഴേക്കും മീനും എല്ലാം സെറ്റാവുമല്ലോ. അതിനുശേഷം അവന് ചോറ് കൊടുത്ത് ഉറക്കാമെന്നാണ് കേട്ടോ വിചാരിച്ചത്. മോന് ചോറ് കൊടുക്കുന്നത് ഞാൻ എടുത്തില്ല കേട്ടോ. കാരണം അത് പെട്ടെന്ന് ഞാൻ അതൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ കഴിക്കാനിരിക്കുന്നുണ്ടാവും. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് അവനെ ഒന്ന് സെറ്റാക്കി വെച്ച്, അപ്പോൾ അവൻ നല്ല ആക്റ്റീവായി കളിക്കുന്ന സമയത്തായിരിക്കും നമ്മളൊന്ന് ഫുഡ് കഴിക്കുന്നുണ്ടാവും കേട്ടോ. അപ്പോൾ അവന് വിശപ്പുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. അവന് വിശക്കുന്നുണ്ടെങ്കിൽ അവൻ പെട്ടെന്ന് മനസ്സിലാവും. അപ്പോൾ ഞാൻ ആദ്യം 3 കൂടെ ജ്യൂസ് അടിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ 2 ഓറഞ്ച് ആക്കി കേട്ടോ. കാരണം നല്ല മധുരം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ചധികം ചൂടാക്കി തിളപ്പിച്ചിട്ട് ആറിയ വെള്ളം ഉണ്ടായിരുന്നു, അത് ചേർത്തിട്ട് ചെയ്ത് കൊടുത്തു. ഈ ഒരു രീതിയിൽ ഇപ്പോൾ കാണുമ്പോൾ ഇത്രയല്ലേ ജോലിയുള്ളൂ എന്ന് കാണുന്നവർക്ക് ചിലപ്പോൾ തോന്നും കേട്ടോ. കാരണം ഈ ഒരു 10-16 മിനിറ്റ് ഒരു വീഡിയോ ആയിട്ട് ചെയ്യുമ്പോൾ ഒരു പക്ഷേ അത് ഫീൽ ചെയ്യണമെന്നില്ല. പക്ഷേ ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഒരു ജോലി എടുക്കുന്ന ആൾക്കാർക്ക് മനസ്സിലാവുള്ളൂ. നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഒന്ന് ഇരിക്കാൻ പോലും നമുക്ക് സമയം കിട്ടിയിട്ടുണ്ടാവില്ല. കുഞ്ഞു മക്കളുണ്ടാവുമ്പോൾ അങ്ങനെയൊക്കെ തന്നെയാണല്ലോ. അപ്പോൾ ഇത് നമ്മളുടെ തലയായിട്ട് വന്നിട്ടുണ്ട്, തല വറ്റിച്ച് വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഇതിൽ മോൻ്റെ ബോട്ടിലേക്ക് വെള്ളം നിറച്ച് വെച്ചതിന് ശേഷം ഞാൻ കുടിക്കാനായിട്ട് അത് നിറയെ വെള്ളം വെച്ചിട്ട് വീണ്ടും തിളപ്പിച്ച് അവിടെ വെക്കും കേട്ടോ. അതാകുമ്പോൾ പിന്നെ രാത്രി വരേക്കും അതിനെ പറ്റിയിട്ടൊരു ടെൻഷൻ വേണ്ട. അപ്പോൾ അതുപോലെയാണ് ഞാൻ ചെയ്യാറുള്ളത്. അപ്പോൾ നമ്മളുടെ ലഞ്ചൊക്കെ പ്രിപ്പയർ ആയി കേട്ടോ. വെള്ളരിക്ക കറി വെച്ചതുണ്ടായിരുന്നു, മീൻ അയിലയും മത്തിയും ഒക്കെ ഫ്രൈ ചെയ്തതുണ്ടായിരുന്നു. അതുപോലെ തന്നെ രാവിലെ നമ്മൾ ചമ്മന്തി അരച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കുറച്ച് ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ ആ ചമ്മന്തി ഉണ്ടായിരുന്നു, തലയുണ്ടായിരുന്നു, പിന്നെ മീൻമുട്ടി ഉണ്ടായിരുന്നു. ഇത് കൂട്ടി ഒരു പിടി പിടിക്കണം. മോൻ ഇഷ്ടമായതുകൊണ്ട് ഞാൻ ഗീ റൈസ് പോലെയാണ് കേട്ടോ സംഭവം വെച്ചിട്ടുണ്ടായിരുന്നത്. ഏട്ടൻ ഇരുന്ന് തിന്നതിന് മുമ്പ് മിക്കവാറും നിന്നിട്ടും നടന്നിട്ടൊക്കെയാണ് ഞങ്ങൾ തിന്നു കേട്ടോ. ഇരുന്നിട്ട് തിന്നുമ്പോൾ ചിലപ്പോൾ മോൻ മടിയിൽ കയറി ഇരുന്നിട്ട് ചിലപ്പോൾ കഴിക്കാൻ ഒരു ഡിസ്റ്റർബൻസ് പോലെ ആയിരിക്കും ഉണ്ടാവുക. ചിലപ്പോൾ കൈ കൊണ്ട് തട്ടിപ്പോവുകയൊക്കെ ചെയ്യുന്നതുകൊണ്ട് ചിലപ്പോൾ നമ്മൾ നിന്നിട്ടും ഒക്കെ ആയിരിക്കും കഴിക്കുന്നുണ്ടാവും കേട്ടോ. ഞാൻ പറഞ്ഞ ഏട്ടനോട് ഇരുന്നോളാൻ പറഞ്ഞു. ഞാനും അതിനോടൊപ്പം കുറച്ച് നേരം ടി വിയും കണ്ട് ഞാനും കഴിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഏട്ടൻ കഴിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ കഴിക്കാനിരുന്നത്. കാരണം അങ്ങനെ ഇരിക്കുമ്പോൾ നമുക്ക് സമാധാനമായിട്ട് കഴിക്കാമല്ലോ. ഇങ്ങനെയാണ് കേട്ടോ എൻ്റെ ഒരു ഡേ എന്ന് പറയുന്നത്. ഇഷ്ടമായെങ്കിൽ പറയാൻ മറക്കല്ലേ.